കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വളരെ താല്പര്യത്തോടെ തുടർച്ചയായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പേര് ഞങ്ങളെ ആ കാര്യം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സന്നദ്ധരായി ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെയുണ്ട്. നിശ്ചയമായും അവർ ഉപവസിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേക വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്തെടുക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് തുടർന്നും പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. നമ്മൾ ദൈവസഭയെ ആട്ടിൻകൂട്ടത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ആട്ടിൻകൂട്ടത്തിൻ്റെ 9ാമത്തെ പ്രത്യേകതയായി ആടുകൾ അത് വെജിറ്റേറിയൻ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആടാണോ അതിന് ഒരു ശത്രു ഉണ്ട് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യം, 3 വാക്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ 8-ാം വാക്യത്തിൽ ദൈവദാസനായ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടി നടക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ദൈവദാസന്മാരോട് പത്രോസ് പറയുമ്പോൾ അപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു ആട്ടിൻകൂട്ടമാണ് ഇതെന്ന് പറയുമ്പോൾ അതിന് എന്താണ് കാരണം? ആട്ടിൻകൂട്ടങ്ങൾക്ക് ഒരു എതിരാളിയായ പിശാചുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാകും, ദാവീദ് ഒരാട്ടിടയനായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് ദൈവം അവനെ രാജാവായി മാറ്റിയപ്പോൾ ഇസ്രയേലിനെ മേയ്ക്കുവാനുള്ള ആടുകളായി ഇസ്രയേലിനെ മേയ്ക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവദാസനായ അഭിഷിക്തനായ ദാവീദിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ദാവീദ് തന്റെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, താൻ ഒരാടും യഹോവ ഒരു ഇടയനുമായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് താൻ അങ്ങനെ പറയുവാൻ കാരണം? ഈ ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആടുകൾക്ക് വേണ്ടി താൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്, മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ ഒരാട്ടിടയനായിരുന്നപ്പോൾ ആടുകളെ ആലയിൽ നിന്ന് അതിൻ്റെ കൂട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ ഇടയനായ മനുഷ്യൻ, ആ ഇടയൻ, ആ ദാവീദ് അടുത്ത് എന്ന തൻ്റെ കയ്യിലുള്ള ഒരു തൈലക്കൂട്ടുണ്ട്, നല്ല വാസനയുള്ള വളരെ മനോഹരമായ ഒരു തൈലം, അതിൻ്റെ ഒരൽപ്പം എടുത്ത് അതിൻ്റെ തലയിലും അതിൻ്റെ ശരീരത്തിലും എല്ലാം എല്ലാ ആടുകളെയും പുരട്ടി അതിൻ്റെ കൈകാലുകളിലൊക്കെ പുരട്ടിയതിന് ശേഷമാണ് തീറ്റയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആടുകളുടെ ശരീരത്തിലെല്ലാം ആ സൗരഭ്യത്തിന്റെ വാസന ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിൻ്റെ തലയിൽ ഇങ്ങനെ ആ എണ്ണയുടെ അല്ലെങ്കിൽ ആ തൈലത്തിന്റെ വാസന ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് പല സ്ഥലങ്ങളിലേക്ക് തീറ്റയ്ക്കായിട്ട് പോകുന്നതാണ്. അങ്ങനെ തീറ്റ തിന്ന് പോകുമ്പോൾ അവിടെയൊക്കെ മരുഭൂമിയിലും അതുപോലെ തന്നെ ഇത് മേയുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെയധികം ക്ഷുദ്രജീവികളുണ്ട്, പാമ്പുണ്ട്, പഴുതാരയുണ്ട്. ഇതിനെ കുത്തി നോവിപ്പിക്കുന്ന ധാരാളം ക്ഷുദ്രജീവികൾ അതത് സ്ഥലങ്ങളിൽ പതിയിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പതിയിരിക്കുന്ന ക്ഷുദ്രജീവികളെല്ലാം ഈ ആടുകളുടെ വാസന വിട്ടിട്ട് ആടുകളുടെ സ്വയമേയുള്ള വാസന മാറിയിട്ട് അതിനൊരു പുതിയ വാസനയാണ് ഇപ്പോൾ ഉള്ളത്. അത് വിശേഷമായ തൈലം അതിന്റെ ശരീരത്തിൽ പുരട്ടിയിരിക്കുന്ന വാസനയായതുകൊണ്ട് അവിടങ്ങളിൽ പതിയിരിക്കുന്ന
അവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന, അവിടങ്ങളിൽ ആക്രമിക്കാനായി പതിയിരിക്കുന്ന ഓരോരോ ക്ഷുദ്ര ജീവികളും ഇതിന്റെ വാസന കേൾക്കുമ്പോൾ ഓടി മറയാനിടയായി തീരും. ഇത് നല്ലതുപോലെ ഗ്രഹിച്ച ദാവീദിന് അന്നുള്ള ഈ ആട്ടിടയന്മാർക്കും അറിയായിരുന്നു, നല്ല സൗരഭ്യമുള്ള വാസനയുള്ള നല്ല തൈലം കൊണ്ട് തേച്ച് ഓരോ ആടുകളെയും ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ പാമ്പ് കടിക്കുമെന്നോ അതിനെ ക്ഷുദ്രജീവികൾ എന്തെങ്കിലും ആക്രമിക്കുമെന്നോ അതിന്റെ ശരീരം അങ്ങനെ ആക്രമിക്കപ്പെടുമെന്നോ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ശരീരത്തിലുള്ള വാസനകൾ മറ്റ് ക്ഷുദ്രജീവികളെ അതിന്റെ മാളത്തിലേക്ക് ഒളിപ്പിക്കുന്നുവെങ്കിൽ വിശ്വാസിയായ ദൈവത്തിന്റെ വൈതലേ, സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിന്റെ തലമേൽ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന കാലത്തോളം നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ശത്രുവാകുന്ന സാത്താൻ നിന്റെ ഓഫീസിൽ ചിലപ്പോൾ പതിയിരിക്കുന്നുണ്ടായിരിക്കാം. പിശാച് പല കെണികൾ ഒരുക്കിക്കൊണ്ട് പല വഴികളിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവരെല്ലാം ഓടിമറയുന്നത് എങ്ങനെയാണ്? നിന്റെ തലമേൽ ഒരു അഭിഷേകത്തിന്റെ നിറവ് വരുമ്പോൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ദുഷ്ടന്റെ നുഖങ്ങൾ തകർന്നു പോകും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ സാത്താനെ സിംഹമായിട്ടാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ വിശ്വാസിയെ ആടായിട്ടും. ഒരു സിംഹവും ആടും കൂടെ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരിക്കലും സിംഹം അതിനെ വെറുതെ വിടത്തില്ല. അതിന് വിശപ്പില്ലെങ്കിൽ പോലും ഒരു സിംഹവും ആടുകളെ കണ്ടാൽ വെറുതെ വിടത്തില്ല. അതേ വർഗത്തിൽ തന്നെയുള്ള മാനുകളെ കണ്ടാൽ വെറുതെ വിടത്തില്ല. അതിനെയെല്ലാം ആക്രമിക്കാനുള്ള ഒരു വലിയ ടെൻഡൻസി സിംഹത്തിനുണ്ട്. ഇതുപോലെ സാത്താൻ വിശ്വാസികളെ കണ്ടാൽ, ദൈവമക്കളെ കണ്ടാൽ, ദൈവദാസന്മാരെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും ആക്രമിച്ച് കടിച്ചു കീറണമെന്നുള്ളതാണ് ആ സിംഹത്തിന്റെ ആഗ്രഹം. എന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ സിംഹം അലർന്ന സിംഹം പോലെ ആമേൻ ഇങ്ങനെ ഊടാടി നടക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പ്രധാനമായി 2-3 കാര്യങ്ങൾ ഊടാടുന്നതിനെ കുറിച്ച് ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, സാത്താൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് ചെല്ലുകയാണെന്നാണ് ദൈവത്തിന് മുമ്പിൽ ഇയ്യോബിനെ പരീക്ഷിക്കുന്നതിന് മുൻപേ അവൻ സാത്താൻ പറയുന്നത്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് അവൻ പറയുകയാണ്, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി നടന്നിട്ട് വരികയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു കാര്യം വേറെ ഇവിടെ സംഭവിക്കുന്നു. പിശാച് അലർന്ന സിംഹം പോലെ ഇവിടെ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനത കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, നമ്മളെല്ലാവരും വിശ്വാസികളായി ലോകത്ത് ജീവിക്കുമ്പോൾ ആമേൻ ആരെല്ലാം ആ വ്യക്തികളാണ് നമുക്കെതിരായി ഹല്ലേലൂയ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആരെയൊക്കെ സാത്താൻ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ മനുഷ്യരെല്ലാവരെയും ആമേൻ സ്നേഹിക്കാം. എന്നാൽ ആ മനുഷ്യരുടെയോ മറ്റ് ഹല്ലേലൂയ സാഹചര്യങ്ങളുടെയോ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാത്താനെ കാണാം. പൗലോസ് പറയുന്ന എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലെ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. ഇന്നെന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരായി ശത്രു പല വ്യക്തികളെ കരങ്ങളെടുത്തിരിക്കും. ആമേൻ. എന്തുകൊണ്ടാണ് അവരങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കുത്തുവാക്കുകൾ നമ്മളോട് പറയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. ആ സാത്താന്യ ശക്തിയോട് ആമേൻ ശാസിക്കുവാൻ, അതിനോട് ആത്മാവിൽ എതിരിടുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരങ്ങളും യേശുക്രിസ്തു
വെപ്പിക്കാത്തവനാണെങ്കിൽ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയിരവർഗം വെപ്പിച്ചു എങ്കിൽ നമുക്ക് പോരാടേണ്ടത് സാത്താനോടാണ്, പിശാചിനോടാണ്. ഒരാടായി നമ്മൾ ജീവിക്കുമ്പോൾ പിശാച് നമുക്ക് എതിരായി പ്രവർത്തിച്ചു എന്ന് വരാം. നമ്മൾ ദൈവവചനത്തിൽ ഹല്ലേലൂയ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ജെനസിസ് ചാപ്റ്റർ 49, അതായത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ആടിന്റെ വലിയൊരു ശത്രുവായി ചെന്നായെ പറഞ്ഞിരിക്കുന്നു. ഓരോ മക്കളെയും അവരെ അനുഗ്രഹിച്ച് വരുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഇസ്രായേൽ അഥവാ യാക്കോബ് തൻ്റെ 12 മക്കളെയും ആൺമക്കളെയും അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 6 പേർക്ക് ശാപവും 6 പേർക്ക് അനുഗ്രഹവുമാണ് നൽകുന്നത് എന്ന് പഠിക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബെന്യാമിനെ കുറിച്ച് പറയുന്നു, അവൻ കടിച്ചു കയറുന്ന ചെന്നായാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞാൻ ഓർപ്പിച്ച പോലെ കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവമാണ് അയക്കുന്നതെങ്കിൽ, ചെന്നായ കടിച്ചു കയറുന്ന ചെന്നായാണെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തിയെ തോൽപ്പിച്ചവനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പോകുക, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇന്ന് ലോകമുണ്ടായ കാലം മുതൽ ഹല്ലേലൂയ ഒരു സത്യമായ കാര്യമാണ്, ഒരു ദൈവ വൈതൽ ലോകത്തിലുണ്ടെങ്കിൽ അവനെതിരായി ശത്രു പ്രവർത്തിച്ചിട്ടുണ്ട്. കായിന്റെ ഹാബേലിന്റെയും കാര്യം അറിയാം നമുക്ക്. ഹാബേൽ ഒരു ജറ്റം ചെയ്തതായി ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നില്ല. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹല്ലേലൂയ, സാത്താൻ അവന്റെ സ്വന്തം സഹോദരനെ എടുത്ത് ഉപയോഗിച്ച് അവനെ കുലപാതകയാക്കി മാറ്റുകയാണ്. മാത്രമല്ല, പരമാർത്ഥിയായ ഒരുവന്റെ നിഷ്കളങ്ക രക്തം ഈ ഭൂമിയിൽ ആദ്യമായി വീഴുവാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യന്റെ രക്തം ഭൂമിയിൽ ആദ്യമായി വലിച്ചു കുടിക്കുന്നത് ഒരു നിർദോഷിയുടെ രക്തമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്നും ഒരു തെറ്റും ചെയ്യാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ, വിശ്വാസികൾ, അവരുടെ ഹല്ലേലൂയ ലോകം അവർക്ക് വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടേണ്ടതായിട്ട് വരുന്നു, അവര് കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊരു കാര്യവുമല്ല, കർത്താവിന്റെ സന്നിധിയിൽ അവർ താഴ്ന്നത് കൊണ്ട് ലോകത്തിലുള്ള പൈശാചിക ശക്തികൾ അവരെ ആക്രമിക്കുവാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായി നിൽക്കും എന്ന ദൈവം പറയുന്നു. അപ്പോൾ ആടുകൾക്ക് ശത്രുക്കളുണ്ടെങ്കിലും ആടുകൾ ഹല്ലേലൂയ ആ വിധത്തിൽ ഭയപ്പെട്ടു പോകേണ്ട. കാരണം ഒരു ഇടയൻ കൂടെയുള്ള കാലത്തോളം ആടുകൾ എന്തിന് ഭയപ്പെടണം? പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടിക്കൊണ്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഊടാടിക്കൊണ്ട് നടക്കുന്ന സാത്താന് ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞു, അവനിപ്പോ വിഴുങ്ങാനേ കഴിയത്തുള്ളൂ, അവന് ചവയ്ക്കാൻ കഴിയത്തില്ല. കാരണം കാൽവറിയിൽ വെച്ച് അവന്റെ അണപ്പല്ല് തകർന്നു പോയതാണ്. പിശാചിനെ 1000 വർഗം വെപ്പിച്ചത് കൊണ്ട് അവന്റെ കയ്യിൽ ആയുധമില്ല. ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നമ്മുടെ കരങ്ങളിൽ ദൈവവചനത്തിന്റെ ആയുധം, നമ്മുടെ കരങ്ങളിൽ ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ ആയുധമില്ലാത്തവനോടാണ് നമ്മൾ പോരാടുന്നത്. അവന്റെ കയ്യിൽ ആയുധമില്ല. അവന്റെ കയ്യിൽ പിന്നെന്താണുള്ളത്? അവന്റെ കയ്യിൽ വഞ്ചനയാണുള്ളത്. പിശാച് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പിശാച് തെറ്റിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിശാച് അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. അവൻ ആയുധമെടുത്ത് പോരാടാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വൈതലേ, നിന്റെ കരങ്ങൾ ദൈവം ആയുധം തന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ആടുകളെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ സിംഹം പോലെ അത് അലറിക്കൊണ്ട് വരുമ്പോൾ ദൈവവചനത്തിൽ 7 കാര്യങ്ങൾ സാത്താനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനകത്തെ ഒന്നാണ് സിംഹം എന്നുള്ളത്. ഹല്ലേലൂയ! സിംഹമായിട്ടും പാമ്പായിട്ടും പക്ഷിയായിട്ടും വെട്ടിക്കിളിയായിട്ടും ഒക്കെ നമുക്ക് സാത്താനെ പഠിക്കുവാനായിട്ട് കഴിയും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ സിംഹമായിട്ട് വായിക്കുമ്പോൾ അലറുന്ന സിംഹം എന്ന പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലറുന്ന സിംഹമാണെന്ന് ദൈവവചനം പറയുന്നില്ല, അലറുന്ന സിംഹം എന്ന പോലെ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ അലറിക്കൊണ്ട് ഭയപ്പെടുത്താനായിട്ട് കഴിയും. പിശാച് പലപ്പോഴും ദൈവമക്കളെ എന്താണ് ചെയ്യുന്നത്? ഭയം കൊണ്ടുവരികയാണ്. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കമില്ലാതെ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരിക്കുന്ന മാതാവേ, നിന്നെ ഭയപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആടുകളെ പേടിപ്പിക്കുവാനായി സാത്താൻ എന്ന അലർന്ന സിംഹം ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിന്റെ കൂടെ ഒരു ഇടയനുള്ള കാലത്തോളം നീ എന്തിനു ഭയപ്പെടണം? നമുക്കറിയാം, ആടുകൾ ഹല്ലേലൂയ ഇങ്ങനെ മേഞ്ഞുകൊണ്ട് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇടയനുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെന്നായോ ഒരു കരടിയോ അവിടെ നിന്നുകൊണ്ട് മുരണ്ടാൽ, ഏതെങ്കിലും ഒരു കുറുക്കൻ അതുവഴി വന്ന് മുരണ്ടാൽ ഒന്നും ആടുകൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ആടുകളുടെ ഇടയൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ കർത്താവിനോട് ചേർത്തൊരു കാര്യം പറഞ്ഞു. നല്ല ഇടയന്റെ ലക്ഷണം എന്താണ്? നല്ല ഇടയന്റെ നല്ല സ്വഭാവം എന്താണ്? നല്ല ഇടയൻ എന്നുള്ള പേര് കിട്ടാൻ കാരണം ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണവൻ. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ ലോകത്തിൽ വന്ന ഒറ്റ ഇടയൻ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആടുകൾക്ക് ശത്രുക്കളുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 11ാമതായി ചിന്തിക്കാൻ കഴിയുന്നത്, ആടുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിശുദ്ധിയുള്ള ജീവിയാണ്. മറ്റു മൃഗങ്ങളിൽ നിന്ന് ആടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആടുകൾ വിശുദ്ധി സൂക്ഷിക്കുന്ന ജീവികളാണ്. ഇതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടത്, അവർക്ക് വിശുദ്ധിക്കായിട്ടുള്ളൊരു ദാഹം കാണും. വിശുദ്ധിയിൽ വളരാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ കാണും. ലോകം വേണം, എനിക്ക് ജഡവും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അവർ ലോകത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള അകത്തുനിന്നുള്ള ഒരു വലിയ വാഞ്ച അവരുടെ ഉള്ളിൽ ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ഒരാടിങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് തന്നെ ആ സമയത്ത് കാൽ വഴുതി പെട്ടെന്ന് ഒരാട് ആ ചെളിക്കുണ്ടിലേക്ക് വീഴുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അതിന്റെ പുറകിൽ കൂടെ ഒരു പന്നി കടന്നു വരികയാണെന്നിരിക്കട്ടെ. ഒരു പന്നി കടന്നു വന്നാൽ ആ പന്നി കാൽ വഴുതി അതിനകത്തേക്ക് വീണാൽ, ആ ചെളി വെള്ളത്തിനകത്തേക്ക് വീണാൽ, ആ ചെളിയും വെള്ളവും മാലിന്യവും എല്ലാം കടന്നിരിക്കുന്ന ആ സ്ഥലത്ത് എത്ര നേരം കിടന്നാലും അതിന് വലിയ സന്തോഷമാണ്. ഇതുപോലെ ലോകത്തിലെ അവിശ്വാസികളായ ആളുകളും വിശ്വാസികളായ ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആടുകൾ അതിനകത്ത് കാൽവഴുതി വീണുപോയാൽ, അറിഞ്ഞോ അറിയാതെയോ ഒന്ന് വീണുപോയാൽ അവിടെ കിടക്കാൻ ശ്രമിക്കത്തില്ല. എത്രയും പെട്ടെന്ന് കൈകാലുകളിട്ട് അടിച്ച് എത്രയും വേഗം അതിൽ നിന്ന് എങ്ങനെയും തപ്പിപ്പിടിച്ച് കയറാനായി അതിൻ്റെ പരിപൂർണമായ പരിശ്രമം അത് ചെയ്യും. അതൊരിക്കലും അതിനകത്ത് കിടന്ന് ആ നേരം കളയുവാൻ, അതിനകത്ത് ശരീരത്തിൽ മാലിന്യം പറ്റുവാൻ അത് ആഗ്രഹിക്കുന്നില്ല. അതിനകത്തെ ദുർഗന്ധത്തിൽ ജീവിക്കുവാൻ അതിനാഗ്രഹമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഉടനെ കയറിയാൽ തൻ്റെ ശരീരത്തിലൊക്കെ പറ്റിപിടിച്ചിരിക്കുന്ന ഈ ചെളികൾ, ആ ദുർഗന്ധങ്ങളൊക്കെ പോകുന്നത് വരെ എവിടെയെങ്കിലും പുല്ലിൻ്റെ പുറത്തോ മറ്റേതെങ്കിലും ഒരു ഭിത്തിയിലോ എവിടെയെങ്കിലും പരിവരുത്ത സ്ഥലങ്ങളിലോ ഒക്കെ ചെന്നിട്ട് അതതിൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും തുടച്ച് നീക്കപ്പെടുകയാണ്. അതിന്റെ ശരീരത്തിൽ നിന്നത് പോകുന്നത് വരെ ആ ആടിന് യാതൊരു സ്വസ്ഥതയുമില്ല. വിശ്വാസികളായി ജീവിക്കുന്ന ഓരോ ദൈവത്തിനെ കുറിച്ചും ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ പാപമാകുന്ന ആ ചെളിയിലേക്ക് നമ്മൾ വീണുവെന്ന് വരാം. അവിടെ വീഴുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ ക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യസ്ഥനായി നമുക്ക് വേണ്ടിയുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിക്കുന്നത്?
ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വെള്ളത്തിലാണ് വള്ളം കിടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പേര് വള്ളമെന്നല്ല. വെള്ളത്തിലല്ലെങ്കിൽ അത് വള്ളമെന്ന് വിളിക്കാൻ കഴിയത്തില്ല. ഇതുപോലെ ഈ ലോകത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന വള്ളം, അതിനകത്തൊരല്പം പോലും വെള്ളം കയറാതെ അത് തുഴയുന്നയാൾ സൂക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലേക്ക് ഒരല്പം പോലും വെള്ളം കയറാതെ സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം വള്ളക്കാരനാകുന്ന നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശുദ്ധി സംരക്ഷിക്കാം, വിശുദ്ധി സൂക്ഷിക്കാം. 1 പത്രോസ് 1 15-ാം വാക്യവും 16-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനെത്തവണ്ണം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ലോകത്തിൻ്റെതെല്ലാം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വിശുദ്ധരാകാം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ നമ്മളെല്ലാവരും പോകാൻ പോകുന്ന പട്ടണത്തെ കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞ കാര്യം എന്താണ്? പുത്തൻ യെരൂശലേം പട്ടണത്തെ കുറിച്ച് ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നത് അത് വിശുദ്ധ നഗരം എന്നാണ്. എന്നാൽ ബാബിലോണിനെ സംബന്ധിച്ചോ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു കിടക്കുന്ന 2 പട്ടണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങൾ മുതൽ അവസാനം വരെയുള്ള പുസ്തകങ്ങളിൽ നീണ്ടു കിടക്കുന്ന 2 പട്ടണങ്ങളാണ് യെരൂശലേമും ബാബിലോണും. ബാബിലോണിന്റെ ദ ഗ്രേറ്റ് എന്ന പല ഭാഗങ്ങളിലും പറയുമ്പോൾ അത് വലിയതായിരിക്കാം, പക്ഷേ പുത്തൻ യെരൂശലേം ഹല്ലേലൂയ അത് ദൈവവചനം പറയുന്നു അത് വിശുദ്ധ നഗരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വിശുദ്ധിയുടെ തീരത്തേക്ക് പോകുവാൻ ഒരുങ്ങാം. ദൈവത്തിന്റെ വചനത്തിൽ 2 കാര്യങ്ങൾ ആടുകളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒന്ന്, നമ്മൾ ഇന്ന് ചിന്തിച്ചത് ആടുകൾക്ക് ശത്രുവുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ആടുകൾക്ക് ഹല്ലേലൂയ ആടുകൾക്ക് വിശുദ്ധിയുള്ള ഒരു ജീവിയാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ? കർത്താവിനോട് ഇന്ന് പറയുമോ, കർത്താവേ അങ്ങയുടെ ഹിതകരമല്ലാത്ത എല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരെ കർത്താവ് ദിവസങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം നമ്മുടെ ലക്ഷ്യമാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. യേശുവിൻ പ്രിയൻ
പോൽ വേറെ പ്രിയനില്ലാതെ. എന്നുള്ളം നന്ദിയാൽ തുറന്നു മോദാ മണ്ണിലൻ വേലയും തികച്ചിടുവാനാ. എന്നുള്ളം നന്ദിയാൽ തുറന്നു മോദാ മണ്ണിലൻ വേലയും തികച്ചിടുവാനാ. നിന്നാവമാനം വഴി ദുഷികളും ദൈവം ഉന്നതാവകാശത്തിനു മുതൽ കൂട്ടല്ലോ. നിന്നാവമാനം വഴി ദുഷികളും ദൈവം ഉന്നതാവകാശത്തിനു മുതൽ കൂട്ടല്ലോ. യേശുവിൻ പ്രിയൻ, ക്രിസ്തേശുവിൻ പ്രിയൻ, യേശുവെ പോൽ